പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 3 പേരായിട്ട് വീണ്ടും ഒരു വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആണ്? Q&A. അപ്പൊ നമ്മുടെ Q&A വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കൊളാബ് വന്ന കാര്യമൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രോഡക്ട്സ് വീട്ടിലെത്തിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കൊളാബ് നമുക്ക് കിട്ടിയത് അവർ നമ്മുടെ യൂട്യൂബ് വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. അതായത് കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വഴിയിട്ടാണ് നമ്മൾ ഈ കോൺടാക്ട് ചെയ്തത്, നമ്മൾ ഈ കൊളാബുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു കൊളാബ് കിട്ടിയിട്ട് ഇപ്പോൾ 3 വീക്സോളായി. നമുക്ക് കിട്ടിയ അന്ന് തൊട്ട് നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയൂ. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഉള്ളത് അത് മാത്രമേ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും അത് അംഗീകരിച്ച് തന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയതെന്ന് മാത്രം പറഞ്ഞാൽ മതി, എക്സ്ട്രാ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് പപ്പായ ജെല്ലാട്ടോ, ഷാമിയോടെ പപ്പായ ജെല്ലാണ്. അപ്പൊ അതേ നമ്മളിപ്പോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമിലാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ എഴുത്തൊക്കെ ഇങ്ങനെ തല തിരിഞ്ഞ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാല്, ഇത് നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഇത് നല്ലവണ്ണം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എനിക്കും തോന്നിയിട്ടുള്ളതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ നമ്മുടെ ഈ കുരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പാടില്ലേ, അതൊന്ന് കുറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ യൂസ് എന്തൊക്കെയാണെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇതില് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ റിങ്കിൾസിന്റെയും ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള 2 കാര്യമാണ്. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ യൂസ് ചെയ്താലല്ലേ നമുക്ക് അറിയുള്ളൂ. ഇപ്പൊ നമ്മൾ 3 വീക്സ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ നമുക്ക് തോന്നിയിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതായത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. ഒന്നാമത്തെ കാര്യം അതാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇതിൽ നിന്ന് നമ്മള് ജെല്ലെടുക്കുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കയ്യിൽ ഇങ്ങനെ ജെല്ലെടുത്തതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തോട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, കാണാനുണ്ടോ? അത് തേക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് എന്തോ മുഖത്തുള്ള പോലെ തോന്നും ആദ്യം. പക്ഷെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും കേട്ടോ. ഒരു കുറച്ച് സമയം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിലേക്ക് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്ത് പോകും. ഇത് പിന്നെ പ്രത്യേകം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് തേച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നാൽ മതി. ഈ ഒരു പ്രോഡക്റ്റ് തേച്ച് നമ്മുടെ മുഖത്ത് ഒരു എക്സ്ട്രാ ഒരു സാധനം തേച്ച പോലെ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് തേച്ച് കഴിഞ്ഞാൽ. ഇത് കണ്ടില്ലേ, ഇപ്പൊ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തേച്ചതൊക്കെ പോയിട്ടുണ്ട്, നല്ലെണ്ണം അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അടിപൊളിയാണ് കേട്ടോ സത്യം പറഞ്ഞാല്. അപ്പൊ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഉണ്ടാവുന്നത് കുറച്ചിട്ടുണ്ട്. അതായത് കുരുവൊക്കെ വന്നിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ലൈറ്റൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ 3 വീക്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈറ്റൻ ചെയ്ത പോലെ നമുക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നല്ലൊരു ഹൈഡ്രേഷൻ എഫക്റ്റ് ആട്ടോ. ഇപ്പൊ തന്നെ ഞാൻ തേച്ചതിന് ശേഷം എനിക്കൊരു നല്ലൊരു എഫക്റ്റ് ആണ് കിട്ടുന്നത്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്ട്സ് നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതന്നെ മേടിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഷാമിയോന്റെ പപ്പായ ജെൽ തന്നെ മേടിച്ചോളൂ. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇത്ര യൂസ് ചെയ്തതിന് ശേഷമുള്ള എഫക്റ്റ് ആട്ടോ ഞാൻ പറയുന്നത്. ഇനി ഇത് നമ്മൾ തുടർച്ചയായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം എഫക്റ്റ് കിട്ടും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് എന്തായാലും യൂസ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് റേറ്റ് വരുന്നത് 347 രൂപയാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നാച്ചുറൽ ആണ്, അപ്പോൾ എന്തായാലും നമുക്ക് വിശ്വസിക്കാവുന്ന പ്രോഡക്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്
അത്ര കൂടുതലല്ല, 347 രൂപയാണ്. അതുപോലെ തന്നെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ പർപ്പിളിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ലിങ്ക് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി മേടിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊരു Q&A വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നാണ് നമ്മുടെ Q&A വീഡിയോ കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ദിവസം ആയില്ലേ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-25 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അതേപോലെ ഇനി ആൻസർ പറഞ്ഞു വരുമ്പോ എങ്ങനെയാവും നമുക്കറിയില്ല വീഡിയോ. അപ്പൊ വീഡിയോ ലാഗ് ആവുമെന്നും അറിയില്ല. അപ്പൊ ചിലപ്പോ വല്ലാണ്ട് ലാഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വീഡിയോ ആയിട്ട് ഇടും, 2 പാട്ടാക്കിയിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇടും കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഫോൺ ചോദിക്കാം അല്ലേ? ഓരോരുത്തരുടെ പേര് വായിക്കാം, എന്നിട്ട് അവര് ചോദിച്ച ക്വസ്റ്റ്യനും പിന്നെ അതിനുള്ള ആൻസറും പറയാം. ഓക്കെ, അപ്പൊ എന്നാ ഞാൻ ഓരോന്ന് വായിക്കാം. ഓർഡറിൽ വെച്ചു. ഒരു അമൃത നായർ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അശ്വതി ചേച്ചിയുടേത് ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. ഒരുമിച്ച് പഠിച്ചതാണ്. അതെ. ഇനി അടുത്തത് ആദിയാര്യ കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കുട്ടി. കുട്ടിയാണോ ചേച്ചിയാണോ അറിയില്ല. ഇതില് ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ഇടാറ്, അതുകൊണ്ടാണ് കുട്ടി നിട്ടത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ചേച്ചിമാർ ഇപ്പൊ എത്രയിലാണ് പഠിക്കുന്നത്? അപ്പൊ ചേച്ചിമാർ അത് വലിയ ചേച്ചിനെ തുടങ്ങിയോട്ടെ. ഞാൻ ഇപ്പൊ പഠിക്കുന്നില്ല, BSc MLT കഴിഞ്ഞതാണ്. ബി ഇംഗ്ലീഷ് കഴിഞ്ഞതാണ്, BBA കഴിഞ്ഞതാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അശ്വതി ചേച്ചിയുടെ. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണ്, BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയി, ഇപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, റിസപ്ഷനിലാണ്. ഇനി ഞാൻ +2 കഴിഞ്ഞ് DPharm ആണ് എടുത്തത്. കോഴിക്കോടാണ് DPharm ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2nd ഇയർ ആയി. ഓൺലൈൻ ക്ലാസ് ആണ്, അതുകൊണ്ട് വീട്ടിലിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് വീട്ടിലിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. യൂട്യൂബിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഞങ്ങൾ യൂട്യൂബ് കാണുമായിരുന്നു. നല്ല ഞാൻ ചേച്ചിനോട് അതേപോലെ എന്നോടൊക്കെ ഇങ്ങനെ പറയട്ടോ. ആരും വല്ലാണ്ട് യൂട്യൂബ് അഡിക്റ്റ് ആയിരുന്നില്ല. ഞാനൊരു ചേച്ചി ഫ്രീ ടൈം കിട്ടുമ്പോ എല്ലാ ചാനലും ഒരുവിധം എല്ലാം ഞങ്ങൾ കാണുമായിരുന്നു, കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയും നമുക്കും തുടങ്ങണല്ലേ ഒരു ചാനലൊക്കെ. അങ്ങനെയൊക്കെ വെറുതെ ഇരുന്ന് അങ്ങനെ പറഞ്ഞൊരാഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും സപ്പോർട്ടൊക്കെ ഉണ്ടോ? ഇതൊക്കെ ചോദിച്ചിരുന്നത് ഒരേ ആളാട്ടോ. ആദ്യ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി തന്നെയാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും സപ്പോർട്ടൊക്കെ ഉണ്ടോ? അപ്പോ ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ ഒരാളും നമ്മളോട് എന്തിനാ തുടങ്ങിയതെന്നൊന്നും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ വേണ്ടായിരുന്നു അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതാണ് ഫ്രണ്ട്സിനും പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫാമിലിന്റെ സപ്പോർട്ട് ഒക്കെ എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോ അപ്പൊ അപ്പോഴെന്നെ അവര് പറഞ്ഞു തുടങ്ങിക്കോ അതിനിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശരിക്കും കല്യാണത്തിന് മുമ്പ് തുടങ്ങണം വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പൊ നടന്നില്ലല്ലേ. അപ്പൊ പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു മടി, ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനുള്ള ഒരു മടി കാരണം ഇങ്ങനെ നിന്നതായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ ഞങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും ഒരു ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നില്ല, എല്ലാ അക്കൗണ്ടും ഉണ്ട്, പക്ഷെ അതിലൊന്നും പോസ്റ്റ് ഇടാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റയിലെ കല്യാണം വരെ ഇൻസ്റ്റയിൽ ഇപ്പോഴാണ് കല്യാണ ഫോട്ടോ ഒക്കെ. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് തുടങ്ങാനൊരു മടി ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് എടുത്ത് നോക്കണവര് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ മുഴുവൻ ടിക്ടോക്കിന്ന് അവിടുന്ന് ഇവിടുന്ന് വന്നവരെ യൂട്യൂബിൽ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ ഒരു മടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ ഞാൻ ഇനി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും വീഡിയോസ് ഒക്കെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതാണ് നമ്മുടെ പേരന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാലും അറിയാം. അതെ, അപ്പൊ ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ. കിടന്നിറങ്ങി നീറ്റാന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മളിപ്പോ എവിടെ പറഞ്ഞെത്തിയത്?
ഒറ്റയ്ക്ക് വീഡിയോ ഫ്ലോ അങ്ങ് കളഞ്ഞു. അപ്പൊ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ പിന്നെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോ പിന്നെ ചേച്ചി വന്നു, ആര് വന്നു, എല്ലാരും വന്നു. അപ്പൊ ഫാമിലിന്റെ സപ്പോർട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാരും നല്ല അടിപൊളി സപ്പോർട്ടാണ്. അമ്മ ഫ്രണ്ട് എന്നുള്ള സപ്പോർട്ട് ഇല്ലെങ്കിലും ബാക്ക് സപ്പോർട്ടാണ്. അമ്മനോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല എനിക്ക്, വീഡിയോ ഇടാനൊന്നുമില്ല എനിക്ക്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്കും എത്ര വ്യൂസായി അവർ കൂടിയോ, അമ്മ യൂട്യൂബ് ഉണ്ടെന്ന് തന്നെ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പുതിയ ടേംസ് ഒക്കെ പഠിച്ചു ഞാൻ യൂട്യൂബ് ഇടാൻ തുടങ്ങിയതിന് ശേഷം അമ്മക്ക് ഇപ്പൊ യൂട്യൂബിന്റെ കുറെ ടേംസും ഒക്കെ അറിയാം. അപ്പൊ ഉള്ള അമ്മ അങ്ങനെ പറയാ, ദിവസം വാച്ച് അവർ കൂടും, അവർ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ, അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ അമ്മ ചോദിക്കും. അതേപോലെ നമ്മള് പേരിന്റെ കാര്യം പറഞ്ഞത്, യൂട്യൂബിന്റെ പേരിട്ട കാരണം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഫസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് യൂട്യൂബിന്റെ പേര് അങ്ങനെ ഇട്ട കേട്ടോ. കാരണം ക്ലാസ് ഉണ്ട്, പിന്നെ നമ്മള് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇവള് കോഴിക്കോടാണല്ലോ, അപ്പൊ കുറച്ച് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോയി 2 വർഷം അവിടെയാണ്. അപ്പൊ അവിടെ നിന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തോട്ടെ അങ്ങനെ ഒരു ഇതിലാണ് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തുടങ്ങിയതിന്റെ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി കൊടുത്ത് വിടാന്നായിരുന്നു വിചാരിച്ചത്. അല്ല, അതാകെ മൂഞ്ചിപ്പോയി. ചതിച്ചതാ. അപ്പൊ പിന്നെ നമ്മള് വീട്ടിൽ വരുമ്പോ മാത്രം ഫാമിലി ടൈപ്പ് വ്ലോഗുകൾ ചെയ്യാം, അല്ലാത്ത സമയത്ത് ഒറ്റയ്ക്കുള്ളത് ചെയ്യാം. ഒന്നാമത് ഇവരെ ആരും കിട്ടില്ല, ഒന്നാമത് ആരും ഡ്യൂട്ടി ഉണ്ടായിരിക്കും, മശേച്ചി അവിടെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആരും കിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ പശേച്ചി വരുന്നതിന് എല്ലാം എടുത്ത് വെക്കുക, 2-3 അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ തുടങ്ങിയ ശേഷം പിന്നെ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ എല്ലാരും ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാല്ലേ, വല്ലാണ്ട് ലാഗായി പോയി തോന്നുന്നു ആൻസർ. ഇഷ്ടപ്പെട്ട യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അസ്വി മലയാളം. അസ്വി മലയാളം യൂട്യൂബ് ചാനല് ആരും ആളാണ്. നമ്മുടെ ഇങ്ങനത്തെ ഈ വ്ളോഗിങ് ടൈപ്പ് ഒന്നും ആരും ഇഷ്ടണ്ടായിരുന്നില്ല കേട്ടോ. സംഭവങ്ങളാണ് കാണാൻ. നമുക്ക് ഞാനും ചേച്ചിയും ഒപ്പം ഇരുന്നിട്ടൊക്കെ കുറെ അസ്വി മലയാളമാണ് എല്ലാ വീഡിയോസും ഞാൻ മുടങ്ങാതെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതല്ലാണ്ട് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, കുറെ കാണലുണ്ട്, നമ്മൾ എല്ലാവരും കാണലുണ്ടായിരുന്നു. യൂട്യൂബ് ജേണി പറയുമ്പോ നമ്മള് കുറച്ച് അതിലും പറയാം. പിന്നെ ഇഷ്ടപ്പെട്ട യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അസ്വി മലയാളം തന്നെ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്. ടഫ് ക്വസ്റ്റ്യന്. അതെ, ടഫ് ക്വസ്റ്റ്യൻ, കാരണം നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റില്ല അങ്ങനെ കറക്റ്റ് ആയിട്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് നമുക്ക് ആർക്കും അറിയില്ല ആരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത്. നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ കുറെ പേര് അറിയില്ല അല്ലെ. പിന്നെ അവര് ഒന്നാമത് ഇതിനകത്ത് വേറെ പേരല്ലേ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവര് അത് ഞാനാണ് കേട്ടോ എന്ന് പറയുമ്പോഴാണ് അത് ഇവരാണല്ലേ അങ്ങനെ നമുക്ക് മനസ്സിലാവണം, അങ്ങനെ അറിയാം. പിന്നെ അല്ലാണ്ടുള്ളവരാണെങ്കിലും നമുക്ക് കമന്റ് ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേര് കണ്ടറിയാം. ഈ ചോദിച്ച ആളിന്റെ സ്ഥിരം നമ്മുടെ വീഡിയോക്ക് നമ്മൾ നല്ല സബ്സ്ക്രൈബർ ആണ് കേട്ടോ. നമ്മൾ പറയുകയാണെങ്കിൽ പറയലോ ഒരാൾ ഈ കുട്ടി തന്നെയാവും വിചാരിക്കണം. നമ്മൾ എടുത്ത് നോക്കുമ്പോ ഒരുവിധം കമന്റിലൊക്കെ ആളെ കാണാം. ഞാൻ ഇടുന്ന ടൈമിൽ തന്നെ കുട്ടി വന്ന് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് നല്ല സന്തോഷം കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്, അവരോട് നമുക്കൊരു ഇഷ്ടം തോന്നും. പക്ഷെ ഇവര് ആരാ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ കമന്റ് ഇടുന്നവര് മാത്രല്ലേ നമുക്ക് അറിയുള്ളൂ, അങ്ങനെ ഒരു പേര് അറിയുള്ളൂ. അല്ലാത്ത മനസ്സിലുണ്ടാവും അവരെ ആൾക്കാരെ മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. പിന്നെന്താന്ന് വെച്ചാല് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ഇല്ലാന്നല്ല കേട്ടോ. നമുക്ക് ഈ പേര് കാരണം ഇപ്പൊ ലൈക്ക് എന്ന് പറഞ്ഞാൽ 20 ലൈക്ക് 30 ലൈക്ക് അങ്ങനെ കാണും. പക്ഷെ ഈ കമന്റ് ഇടുമ്പോഴല്ലേ നമ്മള് മുകളിൽ കമന്റ് ഇടുമ്പോ അതിന്റെ മുകളിൽ പോയിട്ട് ആ പേരൊന്ന് വായിച്ചു നോക്കും. അങ്ങനെ കാണുന്ന കുറെ പേര് വീഡിയോസിനെ കുറിച്ചിട്ട് അവര് പറയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളെ വീഡിയോ എത്രത്തോളം എങ്ങനെ അവർക്ക് എത്ര ഇതായെന്നുള്ളത്. അപ്പൊ നമുക്കൊരു സന്തോഷമായിട്ട് ഈ കമന്റ് ഒക്കെ വായിക്കുമ്പോ. അതേപോലെ നമുക്കിങ്ങനെ ഓരോരുത്തർ കമന്റ് ഒക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെ കാണാൻ ആഗ്രഹം തോന്നുന്നു. കാരണം നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഞങ്ങളെ കാണുന്നുണ്ട്, നമ്മളെ യൂട്യൂബിൽ കൂടെ നിങ്ങളെല്ലാരും കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് നിങ്ങളെ കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്കൊരു 10K 100K അടിക്കുമ്പോൾ അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. അന്ന് ഈ തുടക്കത്തിലുള്ള എല്ലാരും ഉണ്ടാവണം കേട്ടോ. ഫാമിലി വലുതായി വരട്ടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് അവരൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷാവില്ലേ. എനിക്ക് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. സത്യമായിട്ട് ഈ കമന്റ് ഇടുന്ന ഈ കുട്ടി കുട്ടിയാണോ ചേച്ചിയാണോ നീ വീഡിയോയുടെ താഴെ എന്റെ മനസ്സിൽ ഇപ്പോഴും കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിൽ കൊടുത്തിട്ടുള്ള രൂപം കുട്ടീന്റെ എവിടെയാണ് എന്താ ചെയ്യണത് എന്നുള്ളതും കൂടെ അപ്പൊ ഞാൻ ആര്യനോട് ഇങ്ങനെ പറയും,
നല്ല പെട്ടെന്ന് കാണലുണ്ടല്ലോ ഇട്ട് കഴിയുമ്പോഴേക്കും ആ കുട്ടി വന്നിട്ട് കമന്റ് കണ്ടു കഴിഞ്ഞിട്ട് അതിന് കമന്റ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ പറയും എല്ലാം ഇത് കഴിഞ്ഞു ഞാൻ ആരോട്. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മൾ വല്ലാണ്ട് ലാഗായി പോണ്ട്. അപ്പൊ ഇനി തസ്മീ റഷീദ് എന്താ ചോദിക്കാ? ഞാൻ ആ കുട്ടിക്കൊന്നും ചോദിക്കാൻ എന്തേലും ചോദിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്തോ എന്തെങ്കിലും ചോദിക്കുമെന്ന് പണ്ടുണ്ട്, പക്ഷെ പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല തോന്നുന്നു ആള്. എന്നാലും കുഴപ്പമില്ല, നമ്മളല്ലേ നമ്മുടെ പോസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് ചിലപ്പോ അത് നമ്മളോട് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഉണ്ടായില്ല. അറിയുന്നതായിരിക്കും, ചിലപ്പോ അതായിരിക്കും. അതായിരിക്കാം. പക്ഷെ അത് മാത്രല്ല, നമ്മള് വീഡിയോസിലൊക്കെ ഒരുവിധം നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും ഇനി നമ്മളോടൊന്നും ചോദിക്കാനില്ലാത്ത കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മിഥുൻ സി, ഇൻ ഷോട്ടിലാണോ കൈൻ മാസ്റ്ററിലാണോ എഡിറ്റിംഗ് ചെയ്യാറ്? രണ്ടിലും ചെയ്യാറുണ്ട്. കൈൻ മാസ്റ്ററിലാണ് നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോസ് ഒക്കെ, ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അതിലാണ് ചെയ്യല്. പിന്നെ ഇൻ ഷോട്ടും അതേപോലെ ചെറിയ ചെറിയ ഷോർട്സും അതേപോലെ ചെറിയ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇൻ ഷോട്ടിലാണ് ഞാൻ ചെയ്യല്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, ഐഷൂസ് വേൾഡ്, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി പറയാമോ? ഇത് ഒരുവിധം വീഡിയോസിനൊക്കെ കമന്റ് ഇടുന്ന അല്ലേ, കമന്റ് ഇടുന്ന ആളാണ് തോന്നുന്നു കേട്ടോ. ഒരുവിധം കാണലുണ്ട് ആ പേരൊക്കെ. ഫാമിലിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയാമോ? ഫാമിലി ചെറിയ കുഞ്ഞു ഫാമിലി, ഡീറ്റെയിൽ ആയി പറയാൻ മാത്രം ഒന്നുമില്ല. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അമ്മ, ഞങ്ങൾ 3 പേര്, അച്ഛൻ, പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഏട്ടനുണ്ട്. അച്ഛൻ മരിച്ചിട്ട് ഒരു 8 വർഷം ആവും. 7 വർഷം കഴിഞ്ഞു. 8 വർഷം 2014 മരിച്ചത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫാമിലി. പിന്നെ വേറെ നമുക്ക് പറയാനുള്ളതൊന്നുമില്ല. പിന്നെ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഫാമിലി അതന്നെയുള്ളൂ. ഫാമിലി വളർന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. പുതിയ അതിഥി വരുന്നേ ഉള്ളൂ. ഇപ്പൊ സുത്തേട്ടൻ വന്നു, ഇപ്പൊ അതേപോലെ പുതിയ അടി വരും. പിന്നെ അങ്ങനെ ഓരോരുത്തരെ കേട്ടിങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാവണേ ഉള്ളൂ. ഇപ്പൊ എത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, ചിത്തിരാരാജ് കേട്ടോ. അത് നമ്മളെ ജീവയുടെ വിന്നർ അല്ലേ? അതെ അതെ. ആ ഗിഫ്റ്റ് എത്തിന്ന് പറഞ്ഞിട്ട് 2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ അടുത്ത ഗിവേയിൽ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി ചേച്ചി, നിങ്ങളുടെ 3 പേരുടെയും ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് ആരാ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആക്ടർ ആക്ട്രസ് ഒന്നും ഇല്ല. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാ, എനിക്ക് ഓരോ ജനറേഷൻ പുതിയ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഫുൾ വെബ് സീരീസ് ആണ്. മൂവീസിലൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല. വെബ് സീരീസിൽ കുറെ ചൈനീസുകാരെ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഓരോരോ അങ്ങനല്ല. ഞാൻ മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ സിനിമകൾ, പഴയ സിനിമകൾ, അത് പുതിയ അതിനെ കുറിച്ച് കുറച്ചൊന്നും പറയണ്ട. കാരണം അശേച്ചി അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നോക്കിയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് മൂവീസ് അവര് പഴയ സിനിമ ഒരു ലോഡ് സിനിമ, ദേവാസുരം, ഇതൊക്കെ എനിക്കും ഇഷ്ടമാണ്. ആരും ഇഷ്ടമുള്ള സിനിമകളാണ്. ഇഷ്ടമല്ല നേരത്തെ ഞങ്ങൾ കാണും, അശ്വച്ചുള്ള നേരത്തെ കാണാനൊക്കെ. അതല്ല, അശ്വച്ച് കണ്ട് നമ്മള് ഒരു വിധത്തിൽ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മള് ഫിലിം ഇട്ട് തുടങ്ങിയാൽ അപ്പൊ അശ്വച്ച് ഡയലോഗ് പറയാൻ തുടങ്ങും. മോഹൻലാലിന്റെ നല്ല ഫാനാണ്. പൃഥ്വിരാജിന്റെ കുറച്ച് സിനിമകൾ, പഴയ ഫാനാണ്. അതായത് പഴയ ഫിലിമുകളാണ്. പുതിയ ഫിലിം അശ്വച്ചിക്ക് വലിയ താല്പര്യമില്ല. അശ്വച്ചിക്ക് പുതിയ ഫിലിമുകളൊക്കെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പുതിയ സിനിമകളൊക്കെ ഡയലോഗ് ആണെങ്കിൽ നമ്മൾ മനസ്സിലിങ്ങനെ അത് ശരിയാട്ടോ. ഒരു പാട്ടുകളായാലും അല്ല നല്ലതില്ല എന്നല്ല, പക്ഷെ നമുക്ക് അത്രയും നമുക്കൊരു ഇത് തോന്നില്ല. പിന്നെയും കാണാൻ ഓരോരുത്തരും ഇഷ്ടം. അതെ, പക്ഷേക്ക് അങ്ങനെയാണ്. എനിക്ക് പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തർ പുതിയത് വരുന്നതിനനുസരിച്ചിട്ട് എന്റെ ഇഷ്ടം. അങ്ങനെ മൂന്നാക്കൂല്ല. ആക്ട്രസും ഇല്ല. പിന്നെ ആരുടെ ടോവിനോനെ നല്ല ഇഷ്ടമാണ്. സിനിമകളൊക്കെ കാണാറുണ്ട്, ഇഷ്ടമാണ്. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എല്ലാരും പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ഇല്ല. ഇനി ലൈഫ് വേൾഡ്. അത് ആര്യനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരതി ചേച്ചിയുടെ മാരേജ് ഫിക്സ് ചെയ്തിക്കണോ? ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ടില്ല. വരുന്നുണ്ട്, ആലോചനകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നല്ലതൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു വല്ലവരുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നിറഞ്ഞു പോകും. അയ്യോ, ആരുടെ കല്യാണം ചിലപ്പോ ഒരു യൂട്യൂബ് കല്യാണമായിരിക്കും അല്ലേ? നമ്മള് യൂട്യൂബില് അശ്വജിയുടെ കല്യാണത്തിന് നടന്നെന്ന് വിചാരിച്ച പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് കുറെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കല്യാണത്തിന് മുമ്പുള്ള നമ്മളെ പ്രിപ്പറേഷൻസ് ഒക്കെ പല വീഡിയോസ് ആയിട്ട് സംഭവം നമ്മളൊരു കുറെ സാധനങ്ങളൊക്കെ മാരേജിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 8-9 വീഡിയോസ് നമുക്ക് അല്ലേ ഉണ്ടാവും. 9 മതിയൊന്നല്ലോ. കാരണം ഞാനും ആരും അശ്വജിയും കൂടി ഈ മാരേജിന് 1 വർഷം മുന്നിൽ പണി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പ്ലാനുകൾ, എഴുത്തുകള് അങ്ങനെ
ഇനിയിപ്പോ അതൊന്നും പറയണേ. അത് മിസ്സായി പോയി. ഇനി അടുത്തത് ആരുടെ കല്യാണം ഇപ്പഴല്ല, എപ്പോഴാണോ അപ്പൊ ഉണ്ടാവും അല്ലേ? അപ്പൊ യൂട്യൂബിൽ അപ്പൊ ഫുള്ള് നമ്മള് യൂട്യൂബിൽ ഇറക്കണത്, സിനിമയൊക്കെ ഇറക്കുന്നത് ഞാൻ എന്റെ സങ്കടത്തിലൂടെ തീർക്കും. അടുത്ത ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം ലച്ചു രവിയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അശ്വതി ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്രയായി? ഈ വരുന്ന നവംബറിക്ക് 1 വർഷം. അതെ, നവംബർ 26 ആയിരുന്നു കേട്ടോ. നവംബർ 24 ആദ്യത്തെ പിറന്നാളാണ്. ദുരന്തം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സന്തോഷ് പി ആണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചിനോട് മാത്രമുള്ള ക്വസ്റ്റ്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹു ഈസ് ദ എൽഡർ സിസ്റ്റർ? കണ്ടു മനസ്സിലാവില്ല. ഞങ്ങൾ പണ്ട് തൊട്ടേ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണിത്. ഞാനായിരുന്നു എല്ലായിടത്തും ചേച്ചി. അതെ, എല്ലാവരും ഡ്യൂട്ടി ഇല്ലേ മുമ്പ് അല്ലേ? ചേച്ചി ചേച്ചി ഇതാണ് പിന്നെ പിന്നെ അതിനോടൊക്കെ ചോദിക്കുന്നു. പിന്നെ അതേപോലെ എങ്ങോട്ടേലും പോകുമ്പോ അപ്പൊ ചോദിക്കും ബാബ ചേച്ചി. ഞാനാണ് മൂത്തത്. അപ്പൊ ഇപ്പൊ പിന്നെ ചേച്ചിനെ കുറെ പേര് കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് വയറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കണ്ട് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അശേച്ചിയാണ് ഏറ്റവും മൂത്തത്, പിന്നെ ആരു, പിന്നെ ഞാൻ കേട്ടോ, ഞാൻ ചെറുത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മിഥുൻ സിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഫോണിലാണ് വീഡിയോസ് ഒക്കെ എടുക്കാറ്? അപ്പൊ നമ്മള് ഫോണിന്റെ ഒരു വാങ്ങാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് മുഴുവൻ നമ്മുടെ ഈ ആരുന്റെ ഫോണിലായിരുന്നു. റിയൽമി C21 ആണ് കേട്ടോ ഇത്. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് റെഡ്മി നോട്ട് 10s അതിന്റെ ഫോൺ ഇപ്പൊ നമ്മൾ പുതിയത് മേടിച്ചത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്തത് മിയ ജോണാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എവിടെ പോയപ്പോ എടുത്ത പിക്കാണ്? അത് നമ്മൾ പറഞ്ഞു തോന്നുന്നുണ്ട്. വയനാട് പോയപ്പോ ബാണാസുര സാഗർ ഡാമാണ് അത്. പിന്നെ ലച്ചു രവി അമ്മയുടെ നെയിം എന്താ? അതേപോലെ തന്നെ ലച്ചു രവി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അമ്മ എന്താ വീഡിയോസിലൊന്നും വരാത്തത്? അപ്പൊ അമ്മയുടെ നെയിം എന്താന്ന് വെച്ചാല് പ്രസന്ന കുമാരി കേട്ടോ. അമ്മയുടെ നെയിം ഫസ്റ്റ് പറഞ്ഞു. എന്താ പ്രശ്നം ഉണ്ടായത്? നമ്മളൊന്ന് വീഡിയോ ഇപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് കട്ടായി പോയിട്ടോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞതെന്ന് ഇപ്പൊ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അമ്മ നമ്മള് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിൽ കുറെ എണ്ണം അമ്മ തന്നെ ചെയ്യുന്നതാട്ടോ. അപ്പൊ ഞാൻ അമ്മ സ്പെഷ്യൽ എന്നിട്ട് ഞാൻ പറയലുണ്ട്. അപ്പൊ പറയാത്തതും ചിലപ്പോ ഉണ്ടാവാം. അതെന്താന്ന് വെച്ചാ ഇവരൊന്നും ഓഡിയോ ആരും കൊടുക്കില്ല, സൗണ്ടോ ആരും കൊടുക്കില്ല. ആരുമാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആരും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ സൗണ്ട് ഫുൾ ഇന്റേതായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ഞാനാണ് സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ കേട്ടോ. പക്ഷെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത് ആരുടെയാണ് എനിക്കും അറിയുന്നത്. അമ്മ ചെയ്യാന്നുണ്ടെങ്കിലേ അമ്മ പറയണൊന്നും ഉണ്ടാവില്ല. അമ്മ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്തു. അമ്മേനായിട്ട് കുക്കിംഗ് എടുക്കുമ്പോ നല്ല രസമാട്ടോ. അമ്മ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഞാൻ ഓടണം. അപ്പൊ അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിനോടും അങ്ങനെയൊന്നും കുഴപ്പമില്ല. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്. നല്ല സപ്പോർട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ, നല്ല സംസാരിക്കാനുള്ളൊരു മടി. അവർക്കൊന്നും ഇപ്പൊ ഇതിനോട് അങ്ങനെ ഒരു താല്പര്യം ഇല്ലല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി മിയ ജോണാണ് അടുത്ത ക്വസ്റ്റ്യൻ. യൂട്യൂബ് റവന്യൂ കിട്ടാൻ തുടങ്ങിയാൽ എന്തൊക്കെയാ ചേച്ചി പ്ലാൻ? അപ്പൊ കുറെ പ്ലാൻ ഉണ്ട്. ആദ്യത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് ഇപ്പൊ നമ്മള് ഫോൺ മേടിച്ചു, അത് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ ഒന്നല്ല കേട്ടോ, സ്വന്തം കാശാണ്. അപ്പൊ ഞാൻ അങ്ങനെ തെറ്റിദ്ധാരണുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം. മോണിറ്റൈസേഷൻ ഒന്നും നമുക്ക് ആയിട്ടില്ല. അപ്പൊ ഇനി കിട്ടാൻ തുടങ്ങിയാൽ നമുക്ക് ആദ്യം ഒരു ട്രൈപോഡും റിംഗ് ലൈറ്റും ഒക്കെ വാങ്ങണം. ഇപ്പൊ നമ്മൾ ഇറ്റത്താണ് എടുക്കുന്നത് കേട്ടോ. ഇറ്റത്ത് മീൻസ് രാത്രിയാണ് എടുക്കുന്നത്. ഇപ്പൊ ഹാളിലായതുകൊണ്ട് കുറച്ചധികം ലൈറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ചു പോകുന്നു. ഓക്കെ. ട്രൈപോഡ് സ്വന്തം ചെയറാണ്. ഇവിടെ ഒരു വലിയ ചെയറിന്റെ തെർമോകോളിന്റെ പെട്ടി ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടില്, നേരെ ഫ്രണ്ടിൽ അതാണുള്ളത്. ബാക്ക് ക്യാമിലാണ് അപ്പൊ എടുക്കുന്നത്. അപ്പൊ നേരെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതാണ്. അപ്പൊ ഞങ്ങളുടെ ട്രൈപോഡൊക്കെ കണ്ട നിങ്ങൾ എന്തായാലും അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമ്മുടേത്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് വാങ്ങണം. അതാണ് ആദ്യം കിട്ടുമ്പോൾ ഉള്ള പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഗ്രഹം, ഒരു വലിയ ആഗ്രഹം, ചെറുതല്ല, നല്ല അത്യാവശ്യം വലിയൊരു ആഗ്രഹമുണ്ട്. അതായത് ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് അല്ലേ, ലഡാക്ക് പോകണം. ലഡാക്ക് പോയി ജീവിച്ചിട്ട് ഫാമിലി ആയിട്ട് ലഡാക്ക് പോകണം. ഒരാൾക്ക് ലഡാക്ക് പോവാൻ തന്നെ നല്ല ആണ്. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് 1 2 3 4 5 എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞാവിനെയും കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ലഡാക്ക് പോകണം എന്നുള്ളതാണ് പ്ലാന്. അതാണ് അപ്പൊ അതാണ് നമ്മുടെ ആഗ്രഹം, പ്ലാൻ എന്നൊക്കെ പറയാം. ലഡാക്ക് പോകണം, പിന്നെയും കുറെ സ്ഥലങ്ങൾ കാണണം എന്നൊരാഗ്രഹം. നടക്കുമായിരിക്കും, നടക്കും.
അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദിച്ചത് പല്ലവി റാം. നേരത്തെ ചോദിച്ചത് മിയാജോണ കേട്ടോ, പറഞ്ഞിട്ടെന്ന് തോന്നുട്ടോ. പല്ലവി റാമാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. എന്താ നിങ്ങളുടെ 3 പേരുടെയും ബിഗ് ഡ്രീം? അപ്പൊ ബിഗ് ഡ്രീം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ 3 ആൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല. ആദ്യം നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാല് കുറെ മുമ്പ് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത്, യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ മുന്നേ അതിന്റെ മുന്നേ നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാല് നമുക്കൊരു വീട് ഉണ്ടാക്കണം എന്നായിരുന്നു. അതായത് നമ്മള് വീടുണ്ടായിരുന്നത് നമ്മള് തറവാട് വീടായിരുന്നു. അച്ഛനെ കിട്ടിയ അച്ഛന്റെ തറവാട് വീടായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ വീടായിരുന്നു, നല്ല അതെ. അച്ഛൻ മരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ വീട്ടിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടും കുറച്ച് അത് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മള് 4 പെണ്ണുങ്ങളാണ് സ്ത്രീകളാണെന്ന് പറയാം. അപ്പൊ സ്ത്രീകളാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നം, നമുക്ക് ഒരു നല്ല വീടില്ലാത്തതിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു നല്ല വീട്, ഒരു അടച്ചുറപ്പുള്ള വീട് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പഴയ വീടായതുകൊണ്ട് തന്നെ അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആകെ പഴയതായിട്ട് അതിലിനി ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല, നമുക്ക് പണിയെടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ചെയ്ത നഷ്ടം. അപ്പൊ നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കണം എന്നായിരുന്നു പ്ലാന്. അപ്പൊ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീട് ഉണ്ടാക്കിയത്. ഇത് ഞാനല്ല കഷ്ടപ്പെട്ടത്, ഇവര് 3 പേരാണ് കഷ്ടപ്പെട്ടത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ എനിക്ക് അറിയാലോ. അപ്പൊ ഇവര് 3 പേരും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ചേച്ചിന്റെ അതെ, പിന്നെ ചേച്ചിയുടെ കല്യാണം നമുക്ക് നല്ല രീതിയിൽ നടത്തണമെന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞു. കൊറോണ ആയിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ടൈമില്. അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നന്നാക്കി നടത്തിയിട്ടുണ്ട്. ആൾക്കാർ കുറവാണെങ്കിലും സത്യം പറഞ്ഞ ആൾക്കാർ കുറവായതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാമത് ചടങ്ങുകളുടെ എണ്ണം കൂട്ടിയത് കേട്ടോ. തലേ ദിവസം 3 പരിപാടി. അതെ, നമുക്ക് ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് ഓടിപ്പായേണ്ട ആവശ്യം വന്നില്ല. അപ്പൊ നമ്മള് കുറച്ച് പ്രോഗ്രാമുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഫോട്ടോസൊക്കെ കുറച്ചാക്കി. അപ്പൊ അതിന്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ലേ, ആദ്യം കമ്മ്യൂണിറ്റി ഓൺ ആയപ്പോഴൊക്കെ നമ്മൾ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. വീട് വെച്ചിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹത്തിലായിരുന്നു. വീട് വെച്ചിട്ട് ഇവർ ഒറ്റയ്ക്ക് എന്നിട്ട് കല്യാണം ആയപ്പോഴും ചേച്ചി പറയ്ക്ക് വീട്ടിൽ നിന്ന് മതിയായിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു. ചേച്ചിന്റെ ആഗ്രഹവും സാധിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യൂട്യൂബ് തുടങ്ങണം. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യൂട്യൂബ് തുടങ്ങണമെന്ന്. അത് ആഗ്രഹം മാത്രമായിട്ട് നിൽക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മള് ഇപ്പോഴും എനിക്കൊരു വിശ്വാസം ആയിട്ടില്ല ഇതിലേക്ക് ഞാൻ ഇറങ്ങി എന്നുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ തുടങ്ങണം എന്നിട്ട് അതും തുടങ്ങി. പിന്നെ ഇനി യൂട്യൂബ് ഒന്ന് സെറ്റ് ആക്കണമെന്നുണ്ട്, നമുക്ക് ഒന്ന് അടിപൊളിയായി കിട്ടണമെന്നുണ്ട്. അത് നടക്കണായിരിക്കും. ഇപ്പൊ എന്തൊക്കെയോ പാർട്ടായിട്ട് പോയിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ നമ്മള് രാവിലെ എണീക്കുമ്പോ തന്നെ നമുക്ക് വീഡിയോനെ കുറിച്ചുള്ള ചിന്തയും സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോ നോക്കുന്നത് മറ്റേ നമ്മുടെ സംസാരത്തിന്റെ അതാണ് തോന്നുന്നില്ലേ. മറ്റേ ഞങ്ങൾ 3 പേരും കൂടി ബാക്കിയുള്ള യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ പറയലേ. അതെ, നമുക്ക് ഇതിനെ കുറിച്ച് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാരും കൂടി അപ്പൊ തന്നെ പ്ലാൻ നമ്മള് എന്തെടുക്കുക, ഇനി എന്താ ചെയ്യാ, പ്രോഗ്രാം എങ്ങനെ ഇടുന്നത്, അതിടണ്ടേ ഇതിടണ്ടേ ഫുള്ള് ഇപ്പൊ അതാണ് യൂട്യൂബിന്റെ പ്ലാനിങ്. അതെ, അതേപോലെ എനിക്ക് കുറെ മടിയുണ്ട് എന്നാലും ചെയ്യാന്. അതേപോലെ ഇവരൊക്കെ വിളിച്ചിട്ട് അക്ഷയിച്ചൊക്കെ ഡ്യൂട്ടിക്ക് ഉള്ള സമയത്ത് എന്നോട് വിളിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല എനിക്ക്, അതില്ലേ. അതേപോലെ ആരെണ്ണ വീഡിയോ എടുക്ക്, അതെടുക്ക്. അമ്മയും പറയും കേട്ടോ, അമ്മയും ഫുള്ള് പറയും വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ആയിരുന്നു അല്ലേ നമ്മുടെ ബിഗ് ഡ്രീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോയിരിക്കും, നിങ്ങളെയും കൊണ്ടുപോകും. നമ്മളൊപ്പം എല്ലാ വീഡിയോസ് ഒക്കെ. ബാക്കി അല്ല ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്കൊരു എന്താ പറയാ, ഇത് കുറച്ച് ആഡംബരമുള്ള ഡ്രീം ആണെങ്കിലും അല്ല, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡ്രീമൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഡ്രീമുകളായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ദൈവം അനുഗ്രഹം കൊണ്ട് അതൊക്കെ സാധിച്ചു. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതും സാധിക്കും. ഒരാഗ്രഹം നമ്മളിങ്ങനെ വെറുതെ നടന്നിട്ട് കാര്യമല്ലോ, നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ ഞാൻ അടുത്തതല്ലേ വീട്ടിലൊക്കെ പോയി യൂട്യൂബ് റവന്യൂ കിട്ടാൻ തുടങ്ങിയാൽ എന്തൊക്കെയാ ചേച്ചി പ്ലാൻ? അത് നമ്മൾ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അത് പറഞ്ഞു. നമ്മള് യൂട്യൂബ് റവന്യൂ കിട്ടാൻ തുടങ്ങിയാൽ എന്തൊക്കെയാ പ്ലാൻ നമ്മൾ പറഞ്ഞില്ലേ? ട്രൈപോഡ് വാങ്ങണം, റിംഗ് ലൈറ്റ് വാങ്ങണം നമ്മൾ പറഞ്ഞു. നിങ്ങൾ കറക്റ്റ് പ്ലേസ് എവിടെയാണ്? അമൃത നായരാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന്. മലപ്പുറം ജില്ലയിലാണ്. അതെ, മലപ്പുറം ജില്ലയിലാണ്. നമ്മൾ പാണ്ടിക്കാട് ടൗൺ എന്ന് പറയും. ഇനി ഇവിടെ ഉള്ള ആൾക്കാർക്ക് കറക്റ്റ് പറഞ്ഞു തരാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാണ്ടിക്കാട് മേലാറ്റൂർ റോട്ടില് പെരുവക്കാട് എന്ന് പറയാം. അതേപോലെ കരുവാരക്കുണ്ട് റോട്ടിലാണെങ്കിൽ പാണ്ടിക്കാട്, ഒലിപ്പുഴ, അങ്ങനെയൊക്കെ പറയാം. ഈ 3 സ്ഥലത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം കറക്റ്റ് ആണ്. 3-4 സ്റ്റോപ്പുകളുണ്ട്. അതിനൊക്കെ സെന്ററിലായിട്ടാണ് നമ്മളെ വീട് വരുന്നത്.
പാണ്ടിക്കാടാണ് നമ്മുടെ മെയിൻ ടൗൺ. അതെ, മെയിൻ ടൗൺ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എവിടെ പോയതാണ് നമ്മൾ പറഞ്ഞു. ചോദിച്ചിട്ടുള്ളത് സുനിൽ മാണി കേട്ടോ. എനിക്ക് തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലൈഫ് വേൾഡ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചിന്റെ ഡെലിവറി ഡേറ്റ് എന്നാ? നവംബർ 14 ഇപ്പൊ ഇതുവരെയുള്ള സ്കാനിങ്ങിന്റെ ഒക്കെ സ്കാനിങ് ഒക്കെ വെച്ചിട്ടുള്ള ഡേറ്റ്. ഇനി ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും സ്കാനിങ് ആയിട്ട് പറയല്ലോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. 2-3 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ക്യൂട്ട് ഫാമിലിയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ യൂട്യൂബ് ജേർണി എങ്ങനെയായിരുന്നു? ആരാണ് ഇൻസ്പിറേഷൻ? യൂട്യൂബ് ജേർണി നമ്മള് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് നമ്മൾ ശരിക്കും 1K അടിച്ചു കഴിഞ്ഞാലേ 1K അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചപ്പോ ചെയ്തായിരുന്നു. പിന്നെയാണ് നമ്മുടെ പ്രോഗ്രാം വളകാപ്പ്, പിന്നെ 1K സെലിബ്രേഷൻ അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ അത് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. നമ്മള് ചെയ്യണത് ചെയ്യാട്ടോ. അപ്പൊ അതിൽ നമ്മള് യൂട്യൂബ് എങ്ങനെ തുടങ്ങിയതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയാം. ഞങ്ങൾ ട്രൈപ്പോഡ് കാണിച്ചു അത് ശരിയാ. നമ്മള് എങ്ങനെയാണ് നമ്മള് വീഡിയോസ് എടുക്കല്ലേ അതൊക്കെ പറയാട്ടോ. നമ്മുടെ ജേർണിയിൽ എന്താ നമ്മള് ദിവസം ഇത് കണ്ടോണ്ടാണ് ഓരോ വീഡിയോ കാണുമ്പോ നമ്മള് ട്രൈപ്പോഡിനെ കണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇൻസ്പിറേഷൻ നേരത്തെ ഫേവറേറ്റ് യൂട്യൂബർ പറഞ്ഞു നമ്മൾ ഈ മലയാളമാണ്. അതന്നെയാണ്. അപ്പൊ അശ്വി ചേച്ചി, അത് അശ്വതി ചേച്ചി ആരും പറയണ്ടാവില്ല അല്ലേ? നമ്മളെ പേര് കേട്ടിട്ട് അശ്വി ചേച്ചി എന്നേ പറയുള്ളൂ. അശ്വി ചേച്ചി എന്തോ ഇൻസ്പിറേഷൻ ആയപ്പോൾ ചേച്ചിക്കും ആരുനെ പിന്നെ നമ്മള് പറഞ്ഞല്ലോ യൂട്യൂബിനെ ഈ ടൈപ്പ് വീഡിയോസ് ഒന്നും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആരും യൂട്യൂബ് ചാനൽ തുടങ്ങാനും വലിയൊരു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ആരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയതാണ്. എനിക്ക് ക്രാഫ്റ്റ് ആണ് കാണുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായി സ്വന്തം മൂഡിനനുസരിച്ച് എന്തായാലും ശരിയാവും. കൊറേ അശ്വിന്റെ വീഡിയോസ് ഒക്കെ കാണലുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ യൂട്യൂബില് ഒരുവിധം ഫസ്റ്റ് ടൈമിൽ തന്നെ തുടങ്ങിയ ഒരു യൂട്യൂബറാണ് അശ്വി ചേച്ചി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അന്ന് തൊട്ടേ അശ്വി ചേച്ചി കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഫേമസ് ആണ് ആള്. അപ്പൊ അങ്ങനെയുള്ളൊരു കുറെ പോയായിരുന്നെങ്കിലും യൂട്യൂബില് സ്ത്രീകൾ അധികം ഉണ്ടായില്ല. അപ്പൊ ആ ഒരു കാര്യം അശ്വി ചേച്ചി നല്ല അടിപൊളി പോപ്പുലർ ആയിരുന്നു നമ്മൾ കാണുമ്പോ. 4-5 പേരായിരുന്നു തോന്നുന്നു നമ്മുടെ സിംപ്ലി മിന്നി. അവരൊരു കാലഘട്ടമായിരുന്നു. അപ്പൊ അന്നുണ്ടായിരുന്നു. അപ്പൊ അശ്വി ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ യൂട്യൂബിന്റെ ഇത് ഉണ്ടാക്കിയത്. ബാക്കിയുള്ളവര് കഷ്ടപ്പെട്ടില്ല അങ്ങനെയല്ല കേട്ടോ. നമ്മള് അവർക്കൊരു ഫെയിം ഉണ്ടായിരുന്നില്ല. അതായത് അശ്വി ചേച്ചി അങ്ങനെ സാധാരണ നാട്ടിൻപുറത്ത് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? പിന്നെ വീഡിയോസ് ചെയ്യുന്നതാണെങ്കിലും ഒറ്റയ്ക്കാണ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീടിന്റെ ഉള്ളിൽ വെച്ച് വെറൈറ്റീസ് ചെയ്യും അല്ലെ? ഒരു ദിവസം കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, ക്രാഫ്റ്റ് എല്ലാം ഒരുവിധം എല്ലാം അതെ ഒക്കെ ചെയ്യും. പിന്നെ എല്ലാ സൈഡിലും എത്തും. ബാക്കി എല്ലാവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളത് തന്നെ എടുക്കാം. നമ്മള് ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നില്ലേ? പക്ഷെ അശ്വി ചേച്ചി ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ എല്ലാ ടൈപ്പ് വീഡിയോസും ചെയ്യും. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആട്ടോ. അതേപോലെ കുട്ടീനെ നോക്കുന്നത് വലിയ പണിയാണ്. എല്ലാം ഒക്കെ ചെയ്യും. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പണിയില്ല. ഒരു പണിയില്ലല്ലോ. ഒരു ഇൻസ്പിറേഷൻ ആണ് അങ്ങനെ ചെയ്യാൻ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബ് ജേർണിയിൽ പറയാം. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ചിത്ര രാജനെയാണ് ചോദിച്ചിട്ടുള്ളത്. വീഡിയോസ് എല്ലാം എഡിറ്റിംഗ് ആരാ ചെയ്യാറ്? വേറെ ആരാ? ഞാൻ എഡിറ്റിംഗ് സ്വന്തം എഡിറ്റിംഗ് സിങ്ക് ആയിട്ടൊന്നും വേറെ ഞാൻ കൊറേ ആരുടെ പിന്നാലെയൊക്കെ നടക്കും. സ്റ്റിച്ചിങ് വീഡിയോ അല്ല അതേലൊന്നും ചെയ്തേക്ക് എനിക്കത് പെട്ടെന്ന് പറയാനൊന്നും കിട്ടില്ല. കാരണം ആരും ആ ചേച്ചിക്ക് തുണിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിന്റെ ടേംസ് ഒക്കെ അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കതൊന്നും അറിയില്ല. അതിന്റെയൊക്കെ അതുകൊണ്ട് ഞാൻ കൊറേ പിന്നാലെ നടക്കും. ആരും ഒന്നും പറയാരും അവരൊന്നും പറയും. പക്ഷെ ആരും ചെയ്യില്ല. അപ്പൊ ഞാൻ തന്നെ പിന്നെ ചെയ്യും. അപ്പൊ എല്ലാം എഡിറ്റിംഗ്, തംബ്നെയിൽ, സാധനങ്ങൾ എല്ലാം ഇടയ്ക്ക് മതിയോ എന്നുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും. ഞാൻ ചിലപ്പോ 2-3 തമ്മിൽ ഡൗട്ടൊക്കെ വന്നാൽ അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ആരും അയച്ചു കൊടുത്ത് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. അത്ര തന്നെയുള്ളൂ. അതിന് നമ്മൾ എടുക്കലായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യാം. ഐഡിയ പറയാൻ വരൊക്കെ സൂപ്പറാ. ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ 3 ആളും വേണം.
നമ്മൾ മൂന്നാളും കൂടി ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അല്ലാതെ ഒരാള് നമ്മളിപ്പോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ നമ്മുടെ ഫോണിന്റെ ആ വീഡിയോയില് വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് എവിടെയാന്ന്. അപ്പൊ നമ്മള് സ്ഥലം പറഞ്ഞില്ലേ, നമ്മള് ടൗൺ, അതായിരിക്കും കുറച്ചും കൂടെ പേർക്ക് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മൾ ആ പെരിന്തമണ്ണ പോയത് ഇട്ടത് കാരനായിരിക്കും ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ അങ്ങനെ പെരിന്തമണ്ണ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി നമ്മള് പെരുവക്കാട് എന്ന് പറയാല്ലേ. കറക്റ്റ് സ്ഥലം പെരുവക്കാട് അറിയാൻ ചാൻസ് ഉണ്ടാവണം. പണിക്കാടാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു കേട്ടോ. എങ്കിലും വിട്ടുവെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോസിന്റെ ഒപ്പം പറയാം അല്ലേ. അതെ, ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെന്നുണ്ടെങ്കിലും ഏതെങ്കിലും വീഡിയോന്റെ താഴെ ഇങ്ങനെ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് Q&A കൂടി ഒക്കെ ചെയ്യാം. പിന്നെ അതേപോലെ നമ്മള് സബ്സ്ക്രൈബേഴ്സും കൂടെ വരട്ടെ. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഒരുവിധമൊക്കെ നമ്മളറിയാം. ഞാൻ ആദ്യം നമ്മുടെ യൂട്യൂബ് തുടങ്ങിയപ്പോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അല്ല, നമുക്ക് പറയാനും ഇല്ല, ഒന്നുമില്ല. കാരണം നമ്മള് എല്ലാ വീഡിയോയിലും നമ്മളെ കുറിച്ച് പറഞ്ഞു തന്നെ ഇപ്പൊ കൂടെ ആകുമ്പോ ഏകദേശം ഒരുവിധം നമുക്ക് അങ്ങനെ പറയാനൊന്നും ഇല്ല കേട്ടോ. ഇനി പിന്നെ പുതിയ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയല്ലേ. അത് നമ്മൾ ചെയ്യും, ഹോം ടൂർ ചെയ്യും. ഞാൻ കൊറേ ആയില്ലേക്കും പറ്റിക്കണം ചെയ്യും ഹോം ടൂർ നമ്മള് ബേബി ഷവറിട്ട് അതിന് അരഞ്ഞിട്ട് വൃത്തിയാക്കുന്ന സമയത്ത് ഹോം ടൂർ ചെയ്യും. അത് ചെയ്യാനെന്താന്ന് വെച്ചാൽ ആരുടെ ഡ്യൂട്ടീന്റെ ഒക്കെ പ്രശ്നമായിട്ടാണ്. അപ്പൊ ചെയ്യാൻ പിന്നെ ഹോം ടൂർ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു വൃത്തി ഉണ്ടാവില്ല കുറച്ച്. അപ്പൊ ചെയ്യാണെങ്കിൽ ഒന്നിച്ച് ചെയ്യണ്ടേ എന്തായാലും. പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് പോകും എവിടെയൊക്കെ. ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയും പോകും. പിന്നെ ഇപ്പൊ ബാക്കിയുള്ള വീഡിയോ ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ കൊറേ പരിപാടി. അതാണോ അവര് പറഞ്ഞത് നമ്മൾ ചെയ്യാത്ത പെൻഡിങ് ഉള്ള ഒരു വീഡിയോ അല്ലേ. പിന്നെ എന്നോട് 5 വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് വീഡിയോ നമ്മൾ ചെയ്യാട്ടോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ആരും അപ്പൊ നമ്മള് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അത് നമ്മള് ചെയ്ത് അപ്പൊ അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാൻ കേട്ടോ. പിന്നെ എന്തെങ്കിലും നമുക്ക് നമ്മൾ പറഞ്ഞതിലും പോയത് എന്തെങ്കിലുമൊക്കെ അതെ നമ്മൾ പറഞ്ഞില്ലേ നമ്മള് വീഡിയോ എടുത്തപ്പോ കട്ടായി പോയി. നമ്മൾ പറഞ്ഞതൊക്കെ ഒന്ന് കട്ടായിട്ട് പോകും. എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ പോയി, എവിടെ നിർത്തിയെന്ന് ഓർമ്മയില്ല. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ കുട്ടിയൊപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നത്.